പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് ഭാരതം. മാലദ്വീപ് ഹൈക്കമ്മീഷണറെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചു. നരേന്ദ്രമോദിക്കെതിരായ അധിക്ഷേപം വിവാദമായതോടെ വിനോദസഞ്ചാര മേഖലയിലും മാലദ്വീപിന് കനത്ത തിരിച്ചടി. തരംഗമായി ചലോ ലക്ഷദ്വീപ് ക്യാമ്പയിൻ. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, വിവരങ്ങൾ. രോഹിണി, ലക്ഷദ്വീപിൽ സന്ദർശിച്ച പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു. ഇതിന് പിന്നാലെയാണ് മാലദ്വീപിലെ 3 മന്ത്രിമാർ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളും അതേപോലെ തന്നെ അധിക്ഷേപങ്ങളും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ചൊരിഞ്ഞത്. ഇതിനെതിരെ ശക്തമായ ഭാഷയാണ് ഇന്ത്യ അവലംബിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് മാലദ്വീപിൻ്റെ ഹൈക്കമ്മീഷണറെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി അതിരൂക്ഷമായ ഭാഷയിൽ രാജ്യത്തിൻ്റെ പ്രതിഷേധം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതേസമയം തന്നെ മാലദ്വീപിലെ ഈ അധിക്ഷേപം ചൊരിഞ്ഞ 3 മന്ത്രിമാർക്കെതിരെ ശക്തമായ നടപടി മാലദ്വീപ് സ്വീകരിച്ചതായിട്ടാണ് ഇന്ന് ഹൈക്കമ്മീഷണർ വിദേശകാര്യ മന്ത്രാലയത്തിന് മുന്നിൽ വ്യക്തമാക്കിയത്. സസ്പെൻഷൻ അടക്കമുള്ള കടുത്ത നടപടിയാണ് ഈ 3 മന്ത്രിമാർക്കുമെതിരെ മാലദ്വീപ് സ്വീകരിച്ചത് എന്നുള്ള കാര്യമാണ് ഇന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന് മുന്നിൽ മാലദ്വീപിൻ്റെ ഹൈക്കമ്മീഷണർ വ്യക്തമാക്കിയത്. അതേസമയം തന്നെ ലോകമെമ്പാടുമുള്ള ഭാരതത്തിൻ്റെ പൗരന്മാരും വലിയ വിമർശനങ്ങൾ, വലിയ പ്രതിഷേധത്തിലാണ് ഈ മാലദ്വീപിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഈ ഒരു നിലപാടിനെതിരെ. പ്രത്യേകിച്ച് മാലദ്വീപിലേക്കുള്ള ടൂറിസം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മാലദ്വീപിലേക്കുള്ള ഭാരതീയരായിട്ടുള്ള ആൾക്കാർ, വിദേശ സഞ്ചാരികളൊക്കെ തന്നെ അവരുടെ യാത്ര റദ്ദാക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഭാരതീയരായിട്ടുള്ള വിദേശ സഞ്ചാരികളൊക്കെ തന്നെ മാലദ്വീപിലേക്കുള്ള യാത്ര റദ്ദാക്കിക്കൊണ്ട് പകരം മറ്റിടങ്ങൾ ചൂസ് ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ലക്ഷദ്വീപിലേക്ക് കൂടുതൽ ചലോ ലക്ഷദ്വീപ് എന്ന പേരിൽ പ്രത്യേക ക്യാമ്പയിൻ രൂപീകരിച്ചുകൊണ്ട് ലക്ഷദ്വീപിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ക്യാമ്പയിൻ ഈ ലോകമെമ്പാടുമുള്ള ഭാരതീയർ സ്വീകരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും മാലദ്വീപിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത്. പ്രത്യേകിച്ച് ടൂറിസം മേഖലയാണ് ഈ മാലദ്വീപിൻ്റെ പ്രധാന വരുമാന മാർഗം. അത് ഏതാണ്ട് പകുതിയോളം നിലച്ച അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ വരവ് കുത്തനെ ഇടിഞ്ഞ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രോഹിണി.